പൂന്തോട്ടത്തിൽ മേൽപ്പുരയിൽ പൂച്ച പാല് കുടിക്കുന്നു, കണ്ണുമടച്ച് പാല് കുടിക്കുന്നു. പൂച്ച അങ്ങേ വീട്ടിലെ എലികളെ തിന്നു, ഇങ്ങേ വീട്ടിലെ എലികളെ തിന്നു, പിന്നെ കായ വറുത്തതും അല്ല. എനിക്ക് ആ സമയത്ത് ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ, ചിഞ്ചു എന്ന് പറഞ്ഞിട്ട്. ചിഞ്ചു ഞങ്ങള് അവിടുന്ന് ഷിഫ്റ്റ് ആയി പോയപ്പോ വന്നില്ല, ചിഞ്ചു വന്നില്ല ഞാൻ വിളിച്ചിട്ട്. അപ്പൊ അന്നിങ്ങനെ എനിക്കറിയാം വിഷമം വരുമ്പോഴാണ് കവിത എഴുതുകയെന്ന് അറിയാം. അങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ എഴുതിയ കവിതയാണത്. അല്ലാതെ കുറെ കാലം കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയോ ഇങ്ങനെ ഒതുക്കി വെക്കണതിന്റെ ഇടയിൽ പഴയ ഒരു ബുക്കിൽ നിന്ന് കിട്ടിയ കവിതയാണ്. അന്ന് ഞാനത് വായിച്ച് ഞാൻ ചിരിച്ചിരിച്ച് ചത്തു. അപ്പൊ അങ്ങനെ അത് പിന്നെ എന്റെ അബദ്ധത്തിൽ ഞാൻ ഹനീഫ്ക്കയുടെ അടുത്തിട്ട് പറഞ്ഞു തുടങ്ങിയ സമയത്ത്. ഞാനൊരു തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ഹനീഫ്ക്ക് അത് ഭയങ്കര സീരിയസ് ആയിട്ട് കേട്ടു. പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേക്കും എല്ലാവരും വിളിക്കാൻ നിന്റെ കവിത കേട്ടു, എന്താ എഴുത്ത് നിർത്തിയത്, പിന്നെ എഴുതാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചടിച്ച് വന്നിരുന്നു. എന്തിലൊക്കെയോ വന്നത്. ഞാൻ നോക്കിയപ്പോ പലരും ഇരുന്ന് ഭാവന ഭയങ്കര കവിത എഴുതും അറിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ കവിത പിന്നെ ഞാൻ അറിയാതെ അത് ഭയങ്കര ഫേമസ് ആയി. പിന്നെ എന്തുകൊണ്ടാ ചെയ്തില്ല? എന്തോ എനിക്ക് ആ കഴിവ് വളർത്തണ്ടെന്ന് തോന്നി. ചുമ്മാ പറഞ്ഞു ഇനി എഴുതണം. സത്യമായിട്ടും ഈ ഭാവന എന്ന് പറയുന്ന പേര് തന്നെ ഒരുപാട് ഭാവനയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു സെഗ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ബേബീസ് ചേച്ചിയുടേതാണ് സെഗ്മെന്റ്, വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ സെഗ്മെന്റിന്റെ പേര് എന്താണെന്നറിയോ? ഭാവനയുടെ ഭാവനകൾ. അതെങ്ങനെയുണ്ട്? നല്ല അടിപൊളിയല്ലേ? ഫ്രഷ് ഫ്രഷ്. ഓക്കെ, അപ്പൊ ഈ ഭാവന എന്ന് പറയുന്നത് ഇമാജിനേഷൻ. ഭാവന പറഞ്ഞ എന്താ? ഭാവന. ഇതല്ലാതെ ശരിക്കുള്ള ഭാവന എന്താ എന്നുവെച്ചാൽ മുഖത്ത് വരുന്ന ഭാവന. ഈ ഭാവന എന്ന് വെച്ചാല് പറഞ്ഞു ചേച്ചി. ഭാവന ഇമാജിനേഷൻ. ഇമാജിനേഷൻ. കവിതയൊക്കെ എഴുതുമ്പോ കഥയൊക്കെ എഴുതുമ്പോ അതാണ് ഭാവന വളരാന്നൊക്കെ ആ പറയുന്നത്. ഭാവനയിൽ കൂടെ എഴുതാന്നൊക്കെ ടീച്ചർ പറയാറുണ്ട്. ആ ഭാവന വെച്ച് എഴുതാൻ നീ വരുമ്പോ ഈ ചേച്ചിനെ കൂട്ടി കൊണ്ടുപോകണം. അപ്പൊ നന്നായിട്ട് എഴുതാൻ പറ്റും. സെഗ്മെന്റിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഈ സിനിമയിലേക്ക് വരുന്നതിന് മുന്നേ ഈ സിനിമ എന്ന് പറയുന്നത് എന്തായിരുന്നു ചേച്ചിയുടെ ഭാവനയിൽ? എന്റെ അച്ഛൻ കുറെ മൂവീസ് വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ വന്ന് വീട്ടിൽ കുറെ ലൊക്കേഷൻ കഥകളൊക്കെ പറയുമായിരുന്നു. പിന്നെ ഞാനൊരു 4th 5th പഠിക്കുമ്പോൾ ഒരു ടെലിഫിലിമിലും പിന്നെ ഒരു കൊടയുടെ പരസ്യത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ദീപം. ദീപോ? ഞാൻ എന്റെ മഴയൊക്കെ എന്റെ പോപ്പി. അതിൽ കുറെ കുട്ടികൾ ചാടി. അതൊക്കെ വേറെ ലെവലായിരുന്നു. പോപ്പി ഒന്നും എന്നെ വിളിച്ചിട്ടില്ല. അപ്പൊ ദീപം അങ്ങനെ കുറച്ച് കൊടയുടെ പരസ്യവും പിന്നെ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകണ്ടെന്നായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ. സ്കൂളിൽ പോകണ്ടല്ലോ. അതെ, സിനിമയിൽ എനിക്ക് ഓൾറെഡി ആ ഒരു ചെറുപ്രായത്തിൽ തൊട്ടിട്ട് എനിക്കൊരു ഫാസിനേഷൻ ഉണ്ടായിരുന്നു. നല്ല സിനിമകൾ കാണുമ്പോൾ അത് ഇൻഫ്ലുവൻസ്ഡ് ആവുക, എനിക്ക് സിനിമകൾ കാണാൻ എനിക്ക് അങ്ങനെ ഒരു ഫാസിനേഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഒരു